ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കൊത്തു പൊറോട്ടയാണ്. അത് തട്ടുകട സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൂടെ ക്ലിക്ക് ചെയ്യാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിലൂടെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 പൊറോട്ടയാണ്. അത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വലിയ ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 3-4 പച്ചമുളക്, 2 മുട്ട, ചിക്കൻ കറിയുടെ ഗ്രേവി. ഞാൻ ഈ ഒരു ബൗളിൽ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ടയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയെല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പീസാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ ഒന്നുകൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ ഗ്രേവി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വേറെ മസാലകളൊന്നും ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. നല്ല നാടൻ ചിക്കൻ കറിയുടെ ഗ്രേവിയാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഈ ഗ്രേവിയിൽ 2-3 ചിക്കൻ പീസ് കൂടി ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി ഈ പൊറോട്ടയിലെല്ലാം ഈ ഗ്രേവി ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തന്നെ കൊത്തു പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ പീസ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാം. പൊറോട്ട വലിയ കഷ്ണങ്ങളായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് ചെറുതായിട്ടൊന്ന് കൊത്തി കൊടുത്താൽ മതി. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്